ആരാ ഈ വാതിൽ തുറന്നത്? ഞങ്ങളോട് ക്ഷമിക്കണമേ. ആരാ ഇതിനുള്ളില്? ദയാപൂർവം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളോട് കരുണ തോന്നണമേ. എലിസബത്തെ, ഈ അഹംഭാവം കാണാൻ വികാരിയച്ഛൻ ഉണ്ടാവണമായിരുന്നു. നീ ആരാണെന്ന് നിന്റെ വിചാരം? ഞങ്ങളുടെയൊക്കെ പാപത്തിന്റെ മധ്യസ്ഥത ഏറ്റെടുക്കാൻ നീ ആരാ? നിന്റെ ആജ്ഞാനുവർത്തിയാണോ ഈശോ? റോസ്ലിൻ സിസ്റ്ററെ ശുശ്രൂഷിക്കാൻ മദർ എന്നെ അനുവദിക്കണം. വാ. എലിസബത്തെ, ഡോക്ടർ അച്ഛൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഡോക്ടർ അച്ഛൻ കാണട്ടെ നിന്റെ ഈശോയെ. ഗുഡ് ഗുഡ് ഗുഡ്. അല്ല, നീ 3-ാം സ്ഥാനം പ്രയോഗിച്ചു എന്നറിഞ്ഞു. ചാട്ടവാറടി. കണ്ണു നോക്കട്ടെ. വായ തുറക്ക്. നാവ് നീട്ടിക്ക്. ആ. എനിക്ക് അസുഖമൊന്നുമില്ല അച്ഛോ. നിന്നെ പോലെ കളങ്കമില്ലാത്തവൾ ഈ പ്രൊവിൻഷ്യലില്ല. സാത്താന്റെ കണ്ണുകൾ ആദ്യം കണ്ടെത്തുക ഹൃദയശുദ്ധിയുള്ളവരെയാ. സാത്താനെ കരുതിയിരിക്കണം. സിസ്റ്റർ കുമ്പസാരിക്കാറില്ലേ? പാപങ്ങളെല്ലാം ക്രമമായി ഓർത്ത് പശ്ചാത്തപിച്ച് ഇനി പാപം ചെയ്യില്ലെന്ന് പ്രതിജ്ഞ ചെയ്യണം. ചെയ്തോളാം. ആ, എൽസിറ്റ സിസ്റ്റർ ഇത്തവണ കൗൺസിലിലേക്ക് മത്സരിക്കട്ടെ. ഇവിടെ വാടി. ഇവിടെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് കർത്താവ് ചോദിച്ചു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് പത്രോസ് മറുപടി പറഞ്ഞു. നീ എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്ന് കർത്താവ് പറഞ്ഞു. സിസ്റ്റർ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. എന്തിനാണ് ഈ പൂക്കൾ? എത്ര കുട്ടികളുണ്ടാവും അവളുടെ വയറ്റിൽ? 3 അല്ല 4. എന്ത് രസമായിരിക്കും. സ്വന്തം മക്കൾ. സ്വന്തം. ഇതാർക്കും തരില്ല. ആരും മോഹിക്കണ്ട. എന്താണ് കാര്യം? നിനക്കെന്റെ സുഖപ്രസവാശംസകൾ.
സിസ്റ്റർ ഒന്ന് നിൽക്കൂ. അവരുടെ മുഖം കണ്ടിരുന്നുവോ? ഗ്യാസ് അടുപ്പിൽ മുഖം വെച്ച് പൊള്ളിച്ചു സ്വയം. സിസ്റ്റർ എന്നറിയപ്പെട്ടത് യൂതിത്ത് എന്നാണ്. സേനാധിപനെ വശീകരിച്ചു കൊന്ന് അസീറിയക്കാരിൽ നിന്ന് ഇസ്രായേലികളെ മോചിപ്പിച്ചവൾ. പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ സിസ്റ്റർ വെറും വശീകരിക്കുന്നവൾ മാത്രമായിപ്പോയി. പൊറുതി മുട്ടിയിട്ടാണ് സിസ്റ്റർ ശരീരം വികൃതമാക്കി കളഞ്ഞത്. എന്നെ ഓർക്കുന്നില്ലേ? സിസ്റ്റർ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോൾ ഞാൻ PG ഫൈനൽ ഇയറിനുണ്ടായിരുന്നു RMSൽ. സിസ്റ്റർ PhDയും MPhilലും ഒക്കെ എടുത്തായി പിന്നെ കേട്ടു. സ്കൾച്ചറിങ്ങിലും ഡിഗ്രി എടുത്തല്ലോ. ഒരു ജോലിക്ക് ശ്രമിച്ചൂടെ? ഏതെങ്കിലും കോളേജിൽ എളുപ്പത്തിൽ കിട്ടും സിസ്റ്റർക്ക്. നോവീസൊക്കെ കഴിഞ്ഞ് തന്നെയല്ലേ സിസ്റ്റർ ഇവിടം വരെ എത്തിയത്? കഠിന മിണ്ടടക്കം കണ്ട് ചോദിച്ചു പോയതാണ്. സിസ്റ്റർ ഒന്ന് നിൽക്ക്. വേറൊരു കോൺവെന്റിലായിരുന്നെങ്കിൽ സിസ്റ്ററുടെ ഈ ദിവസം ഇങ്ങനെ ആകുമായിരുന്നില്ല. വലിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടായേനെ. സിസ്റ്ററുടെ നിത്യവ്രത വാർഷിക ദിനമാണല്ലോ ഇന്ന്. എൻ്റെ അഭിനന്ദനങ്ങൾ. ഇന്ന് എൻ്റെ നിത്യവ്രത വാർഷിക ദിനമല്ല, എൻ്റെ വിവാഹ വാർഷിക ദിനമാണ്. എൻ്റെ ഓരോ കുർബാനയും അവിടത്തേക്കുള്ള ആലിംഗനങ്ങളായിരുന്നു. അവിടുന്ന് എനിക്ക് ചാർത്തിയ വിശുദ്ധമായ താലി അതാണിത്. നിന്റെ അധരം ചെന്നൂല് പോലെയാണ്. നിന്റെ മൊഴികൾ മധു ഊറുന്നതാണ്. നിന്റെ പ്രേമമാകട്ടെ വീഞ്ഞിനേക്കാൾ മാധുര്യമുള്ളതും. മൂടുപടത്തിനുള്ളിൽ നിന്റെ കവിൾത്തടങ്ങൾ മാതളപ്പഴപ്പകുതികൾ പോലെയും. നിന്റെ വസ്ത്രങ്ങളുടെ തൂമണം ലബനോണിലെ സുഗന്ധദ്രവ്യം പോലെയുമാണ്. എൻ്റെ പ്രാണപ്രിയനെ രാത്രിയിൽ ഞാൻ കിടക്കയിൽ അന്വേഷിച്ചു, കണ്ടില്ല. ഞാൻ അവനെ വിളിച്ചു, ഉത്തരം കിട്ടിയില്ല. ഞാൻ എഴുന്നേറ്റ് നഗരത്തിലും തിരുവീഥികളിലും തുറസായ സ്ഥലങ്ങളിലും അന്വേഷിക്കും. ഞാൻ അവരെ കടന്നുപോയതേയുള്ളൂ. അതാ എൻ്റെ പ്രാണപ്രിയൻ, അതാ എൻ്റെ പ്രിയന്റെ സ്വരം, അതാ മലമുകളിലൂടെ കുതിച്ചു ചാടിയും കുന്നുകളിൽ തുള്ളിച്ചാടിയും അവൻ വരുന്നു. എൻ്റെ മണവാട്ടി, നീ എൻ്റെ ഹൃദയം കവർന്നിരിക്കുന്നു. മൂടുപടത്തിനുള്ളിൽ നിന്റെ കണ്ണുകൾ ഇണപ്രാവുകളെ പോലെയാണ്. നിന്റെ സ്തനങ്ങൾ ലില്ലികൾക്കിടയിൽ മേയുന്ന ഇരട്ട മാൻകുട്ടികളെ പോലെയാണ്.